എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. നോയമ്പുള്ളവർക്കും അതേപോലെ വെജിറ്റേറിയൻസിനും വേണ്ടിയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണിക്കുള്ള മിക്സഡ് വെജിറ്റബിൾ ഞാൻ പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ കഴുകിയ ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു പകുതി വേവിൽ വേവിച്ചെടുക്കണം. പിന്നീട് ഒരു പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട്. മഷ്റൂം 4 കട്ട് ചെയ്തിട്ട് അതൊന്ന് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ കഴുകി അതും എടുത്ത് വയ്ക്കണം. പിന്നീട് ഒരു 9 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ച് പേസ്റ്റാക്കി വെക്കണം. 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു 15 പച്ചമുളക്, ഇത് രണ്ടും കൂടി അരച്ചെടുക്കണം. പെരുംജീരകം പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ മതി, പേസ്റ്റ് ആക്കണ്ട. പിന്നീട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും. നെയ്യ് ഞാൻ അമൂലിൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നല്ല മണമാട്ടോ അമൂലിൻ്റെ നെയ്യിന്. അപ്പോൾ അതിലേക്ക് ഞാൻ 200 ഗ്രാം സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചിട്ട് ഉള്ള സോയ ചങ്ക്സ് ഇട്ടിട്ട് അത് വറുത്തെടുക്കുകയാണ്. ഈ സോയ ചങ്ക്സ് വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ആ മണം പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ചെറിയ ഭാഗം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അത് ഞാൻ എൻ്റെ ചാനലിൽ സോയ ചങ്ക്സ് ബീഫ് സ്റ്റൈൽ വറുത്തതിൻ്റെ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ആ സോയ ചങ്ക്സിൻ്റെ മണമൊക്കെ എങ്ങനെ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഈ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ സോയ ചങ്ക്സിന് വല്ലാത്തൊരു മണം ഉണ്ടല്ലോ, ആ മണം എല്ലാം കുറേ അധികം പോയി കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ആ വീഡിയോ പോയി കാണുക എല്ലാവരും. അപ്പോൾ ഇതേപോലെ മാരിനേറ്റ് ചെയ്തെടുത്ത സോയ ചങ്ക്സാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് പാനിലിട്ടിരിക്കുന്നത്. മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് സോയ ചങ്ക്സ് എല്ലാം ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് വീണ്ടും 1 മിനിറ്റും കൂടെ വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് എടുത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം എല്ലാം പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ വറുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം എല്ലാം പോയി കിട്ടാനായിട്ട്. ഇപ്പോൾ സോയ ചങ്ക്സ് ഞാൻ അങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തു. പിന്നെ ഒരു കഷ്ണം പട്ടയാണ്, അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടു. ഒരു 10 ഗ്രാമ്പൂ, ഒരു 5-6 ഏലക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. പിന്നീട് അതിലേക്ക് ഞാൻ 400 ഗ്രാം സവാള അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ആ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയിലേക്ക് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് അരച്ചു വെച്ച പെരുംജീരകവും പച്ചമുളകുമാണ്. അത് പേസ്റ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഒരു തരിതരി പോലെയുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പെരുംജീരകവും എല്ലാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നീട് അതിലേക്ക് ഞാൻ ഒരു വലിയ ടൊമാറ്റോ ആണ്, വലിയ ടൊമാറ്റോ ഒന്നുമില്ലെങ്കിൽ 2 ചെറിയ ടൊമാറ്റോയും കൂടി അരിഞ്ഞിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അടപ്പ് തുറന്നിട്ട് വീണ്ടും അത് ഇളക്കിയിടണം. വീണ്ടും ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് വയ്ക്കുമ്പോൾ ടൊമാറ്റോ പെട്ടെന്ന് നമുക്കൊന്ന് വഴന്ന് കിട്ടും.
ടൊമാറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മഷ്റൂമാണ് കഴുകി വെച്ച മഷ്റൂം ഇട്ടു. മഷ്റൂം ഇട്ടിട്ട് ഒന്ന് ഇളക്കണം. അതിപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇടുന്നില്ല. ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ഇടാം, മഷ്റൂമിലേക്ക്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് ആ മഷ്റൂം ഒന്ന് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് ആ മസാലയിൽ തന്നെ കിടക്കണം. തീ കുറച്ച് വെച്ചിട്ട് വെച്ചാൽ മതി. വേണമെങ്കിൽ ഒന്ന് കവർ ചെയ്ത് വെക്കുക ഒരു 5 മിനിറ്റ്. മഷ്റൂം ആ മസാലയിൽ ഇട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മിനിറ്റ് മഷ്റൂം മസാല കിടന്ന ശേഷം അതിലേക്ക് ഞാനിപ്പോൾ വറുത്ത് വെച്ച സോയ ചങ്ക്സ് ചേർത്തു. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അതിലേക്ക് പകുതി വേവിച്ച് വെച്ച പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസുമാണ്. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിലേക്ക് ഞാൻ ബേബിക്കോൺ അരിഞ്ഞതാണ്. ഒരു 3-4 ബേബിക്കോൺ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ വേറൊരു കറി ഉണ്ടാക്കിയിട്ടുള്ള ബാക്കിയായിരുന്നു. അപ്പോൾ ആ ബേബിക്കോൺ ഒരു 3-4 ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ് കടിക്കാനായിട്ട്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും രണ്ടും കൂടി കൂടിയിട്ടാണ് കേട്ടോ 1 കപ്പ്. അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മസാലപ്പൊടി, ഇപ്പോൾ തേങ്ങാപ്പാലും മസാലപ്പൊടിയും കൂടി ഇട്ട ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വയ്ക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അടപ്പ് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റും കൂടി അങ്ങനെ വയ്ക്കാം. ഇനി ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പം സോയ ചങ്ക്സിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതേപോലെ വെജിറ്റബിളും എല്ലാം ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 2 സവാള വറുത്തതും കുറച്ച് നട്ട്സും കിസ്മിസും വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് വറുത്തത്. അത് ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ 750 ഗ്രാം 3/4 കിലോ ബസ്മതി അരി പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ട് ഒരു ചെറിയ സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് 1 കൈ പിടി പുതിനയിലയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. പുതിനയില ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. പിന്നീട് അതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി അരി ചേർക്കാം. ബസ്മതി അരി ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നീട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ മിക്സഡ് വെജിറ്റബിളിൻ്റെ മസാല അതിടാം. ഇത് നമ്മൾ ലെയർ ആക്കുകയെല്ലാം ചെയ്യണം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ആ എല്ലാ ചോറിലേക്കും ആ ഫ്ലേവർ നല്ലതുപോലെ വരും. പിന്നീട് കുറച്ച് നമ്മൾ വറുത്ത് വെച്ച സവാളയും നട്ട്സും കിസ്മിസും അത് കുറച്ച് ഇടുന്നുള്ളൂ, ബാക്കിയും കുറച്ച് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ വെള്ളച്ചോറ് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളച്ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചോറിലേക്ക് മുഴുവനും ആ മസാല ചേർക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ വെജിറ്റബിളിൻ്റെ ആ മസാലയുടെ ടേസ്റ്റ് ചോറിലേക്ക് വരും. ഇപ്പോൾ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി വെക്കുന്നതിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുറച്ചും കൂടി ഫ്ലേവർ ചോറിലേക്ക് വരും. പിന്നീട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കുറച്ചും കൂടി ഞാനിപ്പോൾ ഇട്ടു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാളയും നട്ട്സും കിസ്മിസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും ഞാനിപ്പോൾ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ടു. എന്നിട്ട് ഇത് കവർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റ് വെക്കണം.
അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. വീഡിയോയുടെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു സവാള വറുത്തതിൻ്റെ എല്ലാം കൂടെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ടെന്ന്. അതിപ്പോൾ നമ്മൾ ചോറ് പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യുന്ന ടൈമിലാണ് അത് ചേർക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്രെഡ് ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ നെയ്യിലോ അല്ലെങ്കിൽ ഓയിലോ ഡീപ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ബ്രെഡ് വറുത്ത് വെജിറ്റബിൾ ബിരിയാണിയിൽ ഇട്ടുന്നത്. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ബിരിയാണിയുടെ കൂടെ ആ ബ്രെഡ് ഇങ്ങനെ വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് ബ്രെഡും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.